ഭാരതാംബയുടെ കയ്യിലെ കാവിക്കൊടിയും പിന്നിലെ ഭൂപടവും ഒഴിവാക്കിയ ബി.ജെ.പി. പോസ്റ്ററിന് പിന്നാലെ ബി.ജെ.പിയുടെ സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം. ബി.ജെ.പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ള ഭാരതാംബയുടെ ചിത്രത്തിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രതിഷേധത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രമുള്ളത്. അർജുൻ രാജുണ്ട്. അർജുൻ, ദേശീയ പതാക മാറ്റി വീണ്ടും കാവിക്കൊടി പുനഃസ്ഥാപിച്ചത് എന്തുകൊണ്ടാണ്? ബി.ജെ.പിക്കാരെന്തെങ്കിലും പറയുന്നുണ്ടോ? നേതാക്കളുടെ പ്രതികരണം. ബിനിൽ, സെക്രട്ടേറിയറ്റിലെ പ്രതിഷേധത്തിലെ ആ പോസ്റ്ററിൽ എന്തായാലും കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം കാണാം. നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ അത് ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയായിരുന്നു. അവിടെ ഭൂപടവും ഉണ്ടായിരുന്നില്ല. രാജ്ഭവനിലെ ഭാരതാംബയ്ക്ക് വിപരീതമായി, അല്ലെങ്കിൽ അതല്ലായിരുന്നു ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ചെയ്ത പോസ്റ്ററിൽ ഉണ്ടായിരുന്ന ഭാരതാംബ. എന്നാൽ സെക്രട്ടേറിയറ്റിൽ ആ തിരുത്ത് ബി.ജെ.പി. വരുത്തിയിട്ടുണ്ട്. ഇവിടെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രമാണ്. ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് ബി.ജെ.പി. കൂടി കടക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് ബി.ജെ.പി. നേതാക്കളോട് തന്നെ ചോദിക്കാം. ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയാണോ സർക്കാരിനെതിരെ? ഇത് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം എന്നതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ ദേശീയത, ഭാരതമാതാവ് ഭാരതത്തിൻ്റെ അമ്മയാണ്, ഭാരതത്തിൻ്റെ ഐക്യം നിലനിൽക്കുന്ന ബിംബമാണ്, അതൊരു പ്രതീകാത്മക സങ്കല്പമാണ്, അതൊരു സാംസ്കാരിക പരിവേഷമാണ് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും കൂടി വേണ്ടിയാണ് ഞങ്ങളിത് നടത്തുന്നത്. സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കളോട്. കാരണം നമ്മളെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സങ്കല്പത്തിൻ്റെ എതിരെയാണ് ഇവർ കാർക്കിച്ചു തുപ്പുന്നത്. ഇത് മനസ്സിലാക്കുന്നില്ല. പെരിന്തൽമണ്ണയിലെ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ സർക്കാർ കോളേജ് ഉണ്ടായിട്ട് ഇവിടെ ആർക്കും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ വായനാ ദിനത്തിന് ബാക്ക്ഡ്രോപ്പിൽ ചെഗുവേരയുടെ പടം വെച്ച് ചുവപ്പിന്റെ കോട്ട എന്ന് എഴുതുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. പട്ടാമ്പി കോളേജിൽ ചുവപ്പ് എന്ന് എഴുതിയ വാക്കുകൾ മാത്രമേ കാണൂ. ഇതൊക്കെ സർക്കാരിന്റെ സ്ഥലത്താണ്, സർക്കാർ സ്ഥാപനത്തിലാണ്. രാജ്ഭവൻ സർക്കാർ സ്ഥാപനമല്ലേ? അപ്പോൾ അവിടെ രാജ്ഭവനിൽ ഗവർണർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് വെച്ചുകൂടെ? പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സാംസ്കാരിക സങ്കല്പത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ബിംബം, അതൊരു ബിംബമാണ്. കലാകാരമായി ഭാരതീയന്റെ ആദർശ സംഹിതയുടെ പ്രതീകം. ആ പ്രതീകത്തിനെ രാഷ്ട്രീയമായി പറയാൻ പാടില്ല. ആ ബിംബമല്ലല്ലോ ബി.ജെ.പി. അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ആ ബിംബം എന്ന് പറയുന്നത് ഇന്ത്യൻ പതാക കയ്യിലേന്തിയിട്ടുള്ള ഭാരതാംബയാണ്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയാണോ ബി.ജെ.പി. ഇപ്പൊ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ പരിപാടി നടത്തുന്നത് തിരുവനന്തപുരം സിറ്റി ജില്ലയാണ്. ആ ജില്ലയുടെ ഫേസ്ബുക്കിലെ ആ ജില്ലയുടെ അറിയിപ്പുകളിലൊക്കെ കാവി പതാകയാണ്. മറ്റത് എങ്ങനെ വന്നു എന്നത് എനിക്കിപ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാൻ അറിയില്ല. ബി.ജെ.പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ത്രിവർണ്ണ പതാക ഏന്തിയ. ഇപ്പോഴാണ് അറിഞ്ഞത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു അവസരം വേണമല്ലോ. ചോദിച്ച് മറുപടി കിട്ടാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിനെപ്പറ്റി ഇത്ര വലിയ കാര്യമായി അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന് കൂടി ചോദിക്കാം. കാരണം ദേശീയ പതാക നമ്മുടെ ഔദ്യോഗികമായ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമാണല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി കാര്യമായി അന്വേഷിക്കേണ്ടതുണ്ടോ? ദേശീയ പതാകയല്ലേ ഇത്? ഫേസ്ബുക്കിലിട്ട ഭാരതാംബയല്ല ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടുത്തെ ഭാരതാംബ നമ്മൾ പറയുന്നതാ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഭാരതാംബ. ഇത് ഈ ഭാരതാംബയുടെ പേരിലാണ് ഇവിടെ പുഷ്പാർച്ചന നടത്തുന്നത്. ഇതാണ് ആത്യന്തികമായിട്ട് ഭാരതാംബ. ഭാരതത്തിൻ്റെ എല്ലാ സങ്കല്പവും ഉൾക്കൊള്ളുന്ന ആധ്യാത്മിക പരിവേഷവും ഭൗതിക പരിവേഷവും ശക്തിയും ഐശ്വര്യവും എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന വികസനത്തിൻ്റെ പശ്ചാത്തലമായി നിലകൊള്ളുന്ന ഒരു ബിംബം. ആ ബിംബത്തെയാണ് നമ്മൾ മനസ്സുകൊണ്ട് സ്മരിക്കുന്നത്. കാരണം അതൊരു ഊർജ്ജ സ്രോതസ്സാണ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു സപ്പോർട്ട്, ഒരു സെൽഫ് കോൺഫിഡൻസിലൊരു സാധനം വേണം. ആ ഫേസ്ബുക്കിലിട്ടതൊരു തെറ്റാണ്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഫേസ്ബുക്കിൽ അത് എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചിട്ട് അത് ഫേക്ക് എങ്ങനെ വന്നു എന്നറിയില്ലല്ലോ. അത് ഏത് രീതിയിലാണ് വന്നത്, ആരെങ്കിലും ഇട്ടത് എങ്ങനെയെങ്കിലും വന്നതാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുക? ബിനിൽ, എന്തായാലും ബി.ജെ.പി. അംഗീകരിക്കുന്ന, അവർ പറയുന്ന ഭാരതാംബ എന്തായാലും ഇതാണ്. ഫേസ്ബുക്കിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ലെന്നാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള വി.ടി. രമ പറയുന്നത്. എന്തായാലും ആ ഭാരതാംബയല്ല അംഗീകരിക്കുന്നത്. ഈ തരത്തിൽ ഈ കാണുന്ന കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെയാണ് ബി.ജെ.പി. അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പിയും. നേരത്തെ ഇടതു സംഘടനകളൊക്കെ ഗവർണർക്കെതിരായി നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരുന്നു. അതിന് സമാനമായി ബി.ജെ.പിയും ഇപ്പോൾ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. അതേ സമയത്ത് തന്നെ ഗവർണറും അതിന് സമാനമായി നിലപാട് കടുപ്പിക്കുകയാണ്. ഇന്ന് യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്കകത്തും ഇതേ രീതിയിൽ ഭാരതാംബയുടെ ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ, RSS ഒക്കെ അവകാശപ്പെടുന്ന
ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ച് പുഷ്പാർച്ചന അർപ്പിച്ച ശേഷമാണ് ആ പരിപാടിക്കകത്ത് ഗവർണർ പങ്കെടുത്തത്. അത് അങ്ങനെ ഏതെങ്കിലും രീതിയിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ന് ഗവർണർ ചെയ്തത്. അതിന് സമാനമായി BJPയും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിലൊക്കെ കടക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റർ സംബന്ധിച്ചൊരു ചർച്ചയിലേക്കും നടപടിയിലേക്കും ഒക്കെ BJP കടക്കുമെന്ന സൂചനയാണ് നേതാക്കളൊക്കെ പറയുന്നത്. ആ പോസ്റ്റർ വന്നതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ വന്നു എന്നുള്ളത് പരിശോധിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അതല്ല BJP മുന്നോട്ട് വയ്ക്കുന്ന RSS മുന്നോട്ട് വയ്ക്കുന്ന ഭാരതാംബ എന്ന് പറയുകയാണ് നേതാക്കൾ. അതുകൊണ്ട് തന്നെ അതിനെയല്ല അംഗീകരിക്കുന്നത് ഈ പറയുന്ന കാവിക്കൊടി ഏന്തിയ ഭാരതാംബ. അതിൽ നേരത്തെ പറഞ്ഞ ഭൂപടം രാജ്മഹലിലൊക്കെ കണ്ട ഭൂപടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പോസ്റ്ററിൽ ആ ഭൂപടം ഇല്ല. ഇതിനകത്ത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ആ ചിത്രത്തെയാണ് അംഗീകരിക്കുന്നതെന്ന് പറയുകയാണ് ഇപ്പോൾ BJP. അങ്ങനെ സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്കുമെതിരെ ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. പക്ഷെ അപ്പോഴും ഫേസ്ബുക്കിൽ നമ്മൾ ആ സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ട് അർജുൻ, ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ദേശീയ പതാകയാണ്. ദേശീയ പതാക എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരുടെയും ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു പ്രതീകമാണല്ലോ, ബിംബമാണല്ലോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദേശീയ പതാക അല്ല കാവിക്കൊടിയാണ് അവിടെ വേണ്ടത് എന്ന് പറയുന്നതിലൂടെ BJP എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യം കൂടിയാണ്. എന്തായാലും ആ പ്രതിഷേധം ഇപ്പോൾ തന്നെ നടക്കുകയാണ്. അവിടെ VV രാജേഷ് ഉണ്ട്, ജില്ലയാണല്ലോ അവിടെ സംഘടിപ്പിക്കുന്നത്. അർജുൻ, VV രാജേഷിനോട് കൂടി ചോദിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവം, ഏതിനെയാണ് അംഗീകരിക്കുന്നത്? ദേശീയ പതാക ഇട്ടത് വലിയ പ്രശ്നമാണോ എന്ന കാര്യം കൂടി അദ്ദേഹത്തോട് ചോദിക്കാം. തീർച്ചയായും VV രാജേഷ് നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. നമ്മൾ ആ ഫേസ്ബുക്കിലിട്ട പോസ്റ്റർ വലിയ വിവാദമായിട്ടുണ്ട്. അതെങ്ങനെ വന്നു? അതല്ലേ യഥാർത്ഥത്തിൽ അംഗീകരിക്കേണ്ട ഭാരതാംബ എന്നാണ് ചോദ്യം. അല്ല, ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ തരത്തിലാണ്. തീർച്ചയായും നമ്മൾ അംഗീകൃത ഒരു സങ്കല്പമുണ്ട്, അതൊരു വസ്തുത തന്നെയാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഈ രാഷ്ട്രത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി നിലനിൽക്കുന്ന ഒരു സങ്കല്പമാണത്. തീർച്ചയായിട്ടും അതിനെ ആ തരത്തിൽ തന്നെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. ആ ചിത്രം വന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനകത്ത് ഈ പറയുന്ന കാവിക്കൊടി ഏന്തിയ ഭാരതാംബയല്ല, ഇന്ത്യൻ പതാക അണിഞ്ഞതാണ്. അതല്ലേ ശരിക്കും അംഗീകരിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ പലതും പ്രചരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിൽ ഏത് തരത്തിലാണ് ഔദ്യോഗിക പേജിലാണ് BJPയുടെ വന്നിട്ടുള്ളത്. അതെ, അതിൻ്റെ IT സെല്ലിൻ്റെ ആൾക്കാർ എൻ്റെ മറുപടി പറഞ്ഞിട്ടുള്ളത് എന്താണ് കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട് IT സെല്ലിൻ്റെ ആൾക്കാർ മറുപടി പറഞ്ഞത്. താങ്കൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടായിരിക്കും അത്. തീർച്ചയായിട്ടും IT സെല്ലിൻ്റെ ആൾക്കാർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എങ്ങനെയാണ് ഈ പ്രതിഷേധം ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് തീർച്ചയായിട്ടും ലക്ഷോപലക്ഷം വരുന്ന ജനമനസ്സുകളിൽ നിന്നും ഉയരുന്ന ഒരു പ്രതിഷേധമാണ്. ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിൽ ഭാരതാംബ അല്ലാതെ ഏത് സങ്കല്പത്തിനെയാണ് വന്ദിക്കുന്നത്? ഇപ്പോൾ CPI അവർ ദേശീയ പതാക കഴിഞ്ഞ ദിവസം ഉയർത്തിയിട്ട് ബിനോയ് വിശ്വം ഉൾപ്പെടെ, ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഭാരത് മാതാക്ക് ജയ് വിളിച്ചു. അപ്പോൾ ഭാരതാംബ ഇല്ലാതെ എങ്ങനെയാണ് ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത്? അപ്പോൾ ഒരു രാഷ്ട്രത്തെ മുഴുവനും നിലനിർത്തുന്നത് ഒരു സങ്കല്പമാണ്, ഒരു സംസ്കാരമാണ്, ചില അനുഷ്ഠാനങ്ങളാണ്. അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഓരോ നിമിഷവും ശക്തിമത്താക്കിക്കൊണ്ട്. ഇവിടെ വേറൊന്നുമില്ല, നിലവാരം കുറഞ്ഞ പ്രീണന രാഷ്ട്രീയമാണ് CPM-ഉം CPI-യും സംസ്ഥാന സർക്കാർ. 2 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ. അത് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ അവർക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കോപ്രായമൊക്കെ കാട്ടുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ അവിടെ ചെല്ലുന്നു. ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ട് എന്നും അവിടെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഓരോ മിനിറ്റും എങ്ങനെ പെരുമാറണമെന്നുമുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഒരു എഴുതി വച്ച ഒരു പ്രസംഗവുമായിട്ടാണ് അദ്ദേഹം അവിടെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും കേരളത്തിൽ തുടർന്നു വരുന്ന പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. പക്ഷേ ദേശീയ ബോധമുള്ള ജനങ്ങളൊക്കെ തന്നെ അതിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഭാരതാംബയെക്കുറിച്ച് പല ആളുകൾക്കും പലതരത്തിലുള്ള മാനങ്ങളാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയെ കൂടി BJP അംഗീകരിക്കുന്നുണ്ട്. ഭാരതാംബ എന്ന സങ്കല്പത്തെ BJP ഞങ്ങളുടെ തുടക്കം മുതൽ തന്നെ അംഗീകരിക്കുന്നുണ്ട്. BJPക്ക് മുമ്പ് ജനസംഘം ഉണ്ടായപ്പോഴായാലും RSS ഉണ്ടായപ്പോഴായാലും RSS BJPയൊക്കെ ഈ രാജ്യത്തുണ്ടാകുന്നതിന് മുൻപായാലും ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിജി അംഗീകരിച്ച സങ്കല്പമാണ് ഭാരതാംബ. ഈ രാഷ്ട്രത്തെ കോടിക്കണക്കിന് ജനങ്ങൾ അംഗീകരിച്ചാണ്. ഭാരതത്തെ സ്നേഹിക്കുന്ന വിദേശ രാജ്യത്തെ ജനങ്ങൾ പോലും ഭാരതാംബയെ അംഗീകരിച്ച സങ്കല്പമാണ്. തീർച്ചയായിട്ടും അതിന് എക്കാലവും പ്രസക്തി ഉണ്ടാകും.
വി രാജേഷാണ് പ്രതികരിച്ചത്. എന്തായാലും ഈ വിവാദം ഈ പ്രതിഷേധമൊക്കെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റർ സംബന്ധിച്ച് IT സെൽ മറുപടി നൽകിയിട്ടുണ്ടെന്നാണ്. IT സെല്ലിന്റെ മറുപടി എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതുവരെ അത് ലഭ്യമായിട്ടില്ല. എന്താണ് IT സെൽ വിശദീകരിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. അർജുൻ, അത് ഉടൻ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അങ്ങനൊരു വിശദീകരണം ഉണ്ടെങ്കിൽ. ഇപ്പോൾ കാവിക്കൊടി ഏന്തിയത് തന്നെയാണ് യഥാർത്ഥ ഭാരതാംബ. ആ ചിന്തയാണ്, ആധ്യാത്മിക ചിന്തയാണ് എന്നൊക്കെയാണ് VV രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ദേശീയ പതാക ഏന്തിയതിന് അപ്പുറത്തേക്ക് അതിന് മുൻപേ ഉള്ള സങ്കല്പമാണ് അത് എന്നുകൂടി BJP വിശദീകരിക്കുകയാണ്.